നിരനിരയായി ക്രമീകരിച്ചിട്ടുള്ള ഗ്രോത്ത് പോഡുകളിൽ വളർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കൾ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഗർഭത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ച സ്വന്തം മൊബൈൽ ഫോൺ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾക്കിനി കസ്റ്റമൈസ് ചെയ്യാം. എന്നുവെച്ചാൽ കുഞ്ഞിന് എത്ര നിറം വേണം, വളർന്നു കഴിയുമ്പോൾ എത്ര ഉയരമുണ്ടാവണം, മറ്റെന്തൊക്കെ ശാരീരിക സവിശേഷതകൾ ഉണ്ടാവണം, എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കുകയും ഗർഭത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞിൽ നടപ്പിലാക്കുകയും ചെയ്യാം. കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയം എന്ന് തോന്നാമെങ്കിലും ഈ പറഞ്ഞതൊക്കെ മനുഷ്യർക്കിടയിലെ സന്താന ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാവാനിരിക്കുന്ന ശാസ്ത്രീയ സംവിധാനത്തിൻ്റെ മേന്മകളിൽ ചുരുക്കം ചിലതു മാത്രമാണ്. ലോകമെമ്പാടുമുള്ള 186 ദശലക്ഷം ആളുകൾ വന്ധ്യത അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഓരോ വർഷവും 15 ദശലക്ഷം കുട്ടികൾ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് ജനിക്കുകയും അതിൽ 10 ലക്ഷത്തോളം കുട്ടികൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ലോകമൊട്ടുക്ക് 800ഓളം സ്ത്രീകൾ ഗർഭാവസ്ഥയിലോ പ്രസവ സംബന്ധമായ കോംപ്ലിക്കേഷൻസ് മൂലമോ ദിവസവും മരണപ്പെടുന്നു. അതായത് ഓരോ 2 നിമിഷത്തിലും ഒരു സ്ത്രീ എന്ന കണക്കിൽ. അതുപോലെ ആഗോള ജനന നിരക്കിൽ ഏതാണ്ട് 10% കുട്ടികൾ ശാരീരികവും മാനസികവുമായ ഏതെങ്കിലും വിധത്തിലുള്ള വൈകല്യങ്ങളോടെ ജനിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളാണ്. സ്ത്രീകളെയും ഗർഭസ്ഥ ശിശുക്കളെയും സംബന്ധിക്കുന്ന ഈ സങ്കീർണാവസ്ഥയുടെ പരിഹാരമെന്നോണം കണ്ടെത്തപ്പെടുകയും ഇന്നും പല പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര സംവിധാനമാണ് എക്ടോജെനിസിസ് അഥവാ കൃത്രിമ ഗർഭാശയ സാങ്കേതിക വിദ്യ. ഭ്രൂണത്തിനെ ശരീരത്തിന് പുറത്ത് കൃത്രിമമായി സൃഷ്ടിച്ച ഗർഭപാത്രത്തിൽ വളർത്തി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇത്. 1924 JBS ഹാൾഡേൺ എന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് ഇങ്ങനെ ഒരു ആശയത്തിന് രൂപം നൽകിയത്. അന്നു മുതൽക്കു തന്നെ ഈ മേഖലയിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന വൈദ്യശാസ്ത്ര സംവിധാനമായി ലോകം ഇതിനെ നോക്കിക്കാണുന്നു. എക്ടോജെനിസിസിൻ്റെ നേട്ടങ്ങളായി പറയപ്പെടുന്ന കാര്യങ്ങൾ തികച്ചും അവിശ്വസനീയങ്ങളാണ്. ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ലോകത്ത് വന്ധ്യത എന്നത് പൂർണ്ണമായും ഇല്ലാതാവും എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെ ശാരീരികമായ കുറവുകൾ ഉണ്ടെങ്കിലും സ്ത്രീക്കും പുരുഷനും തങ്ങളുടെ ഏതു പ്രായത്തിലും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയും. അതും ജീവശാസ്ത്രപരമായ മാതാപിതാക്കൾ ആയിരുന്നുകൊണ്ടുതന്നെ. അതുപോലെ സ്ത്രീകൾക്ക് ഗർഭം ധരിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗർഭകാല ശാരീരിക വെല്ലുവിളികളും കോംപ്ലിക്കേഷൻസും ഒന്നും നേരിടേണ്ടിയും വരുന്നില്ല. ഇതുതന്നെയായിരിക്കാം ഈ കൃത്രിമ ഗർഭാശയ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാനുള്ളത്. ഒപ്പം എല്ലാ തരത്തിലുമുള്ള വന്ധ്യത, പൂർണ്ണ വളർച്ചയെത്താതെയുള്ള ജനനം, ശിശുമരണം, സ്വാഭാവിക അബോർഷൻ, സ്ത്രീകൾക്ക് ഗർഭകാലഘട്ടത്തിലും പ്രസവ സമയത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ്, മരണം എന്നിവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏതു പ്രായത്തിലും സന്താന ഉൽപാദനം ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ സാധ്യമാക്കുന്നു. ഭാവിയിലെ സന്താന ഉൽപാദന പ്രക്രിയയെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് മേന്മകൾ ഇനിയുമേറെയാണ്, ഒപ്പം പോരായ്മകളും. സമൂഹത്തിലെ സ്ത്രീ പുരുഷ സമത്വത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായിരുന്നു ഗർഭധാരണവും പ്രസവവുമെല്ലാം. ജീവിതത്തിൻ്റെ മറ്റെല്ലാ തുറകളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ജീവശാസ്ത്രപരമായ പ്രത്യേകതകളാൽ ഗർഭധാരണം സ്ത്രീയുടെ മാത്രം ചുമതലയായി തുടരുകയാണ്. എന്നാൽ എക്ടോജെനിസിസ് സാധ്യമാവുന്നതോടെ ആ പതിവിനും മാറ്റം വരാൻ പോവുകയാണ്. സന്താനോൽപാദനത്തിൽ സ്ത്രീക്കും പുരുഷന് തുല്യമായ പങ്കാളിത്തം മാത്രം മതിയാവും. എന്നുവെച്ചാൽ ഗർഭധാരണവും പ്രസവവും സ്ത്രീകൾ ചെയ്യേണ്ടി വരുന്നില്ല എന്ന് സാരം. ജീൻ എഡിറ്റിംഗ് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല ബുദ്ധിയും കഴിവുകളും ആരോഗ്യവുമുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നു മാത്രമല്ല, മാതാപിതാക്കളിൽ ഉണ്ടായിരിക്കാനിടയുള്ള പാരമ്പര്യ രോഗങ്ങളോ ശാരീരികവും മാനസികവുമായ പോരായ്മകളോ ഒന്നും കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കുകയും ചെയ്യും എന്നതും ഈ സംവിധാനത്തിൻ്റെ ഒരു വലിയ മേന്മയായി കരുതപ്പെടുന്നു. ഒരു എക്ടോജെനിസിസ് ഉപകരണത്തിന് ഭ്രൂണത്തെ ഉൾക്കൊള്ളുന്ന ഒരു ബയോ ബാഗ് അഥവാ ഗ്രോത്ത് പോഡ്, അതിനകത്ത് ഭ്രൂണത്തെ ഉൾക്കൊള്ളുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഓക്സിജൻ, ഹോർമോണുകൾ, പോഷകങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന ഒരു നിയന്ത്രണ സംവിധാനം എന്നിവയൊക്കെ ഉണ്ടാവും. ആവശ്യാനുസരണം സ്കാനിങ്ങും മറ്റു മേൽനോട്ടങ്ങൾക്കും ഉതകുന്ന തരത്തിൽ ഈ കൃത്രിമ ഗർഭപാത്രം സുതാര്യവും ശബ്ദ സുഷിരങ്ങളോടുകൂടിയതുമായ ഇലാസ്റ്റിക് പോളിയെത്തലിൻ ഫിലിം ഉപയോഗിച്ചാവും നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം കൃത്രിമ ഗർഭപാത്രങ്ങളിൽ ആട്ടിൻകുഞ്ഞിൻ്റെ ഭ്രൂണത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തുന്നതിൽ വിജയം കണ്ടതായി ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ നടന്നുവരുന്നു.
ജനസംഖ്യാ ഇടിവ് നേരിടുന്ന രാജ്യങ്ങളിൽ കൂടുതൽ ആളുകളെ സൃഷ്ടിക്കാൻ ഇതൊരു മികച്ച മാർഗമായി കണക്കാക്കപ്പെടുന്നു. വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ എന്നിവ മൂലം ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങളിലും അതുപോലെ ഏറ്റവും ദുർബലമായ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളിലും ഗർഭിണികൾക്ക് ഗുണനിലവാരമുള്ള ഗർഭകാല പരിചരണവും മെഡിക്കൽ സേവനങ്ങളും ലഭിക്കാതെ വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങളിലും ഈ കൃത്രിമ ഗർഭാശയ സംവിധാനം ഒരു മികച്ച ഓപ്ഷനായി കരുതപ്പെടുന്നു. എന്നാൽ ഈ സംവിധാനത്തിലൂടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നതിന് നിരവധി എതിരഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യനിർമ്മിത ഗർഭപാത്രങ്ങൾ വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായ സാമൂഹിക വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്ന അഭിപ്രായം വ്യാപകമായി ഉണ്ട്. അത് എങ്ങനെയെന്നാൽ, സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ ജനിച്ച വ്യക്തികളടങ്ങിയ ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെയിരിക്കെ ശരീരത്തിന് പുറത്തുള്ള ഒരു സംവിധാനത്തിലൂടെ ഉണ്ടാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ സാമൂഹികമായ തരംതിരിവിന് അല്ലെങ്കിൽ വേർതിരിവിന് പാത്രമാവും എന്നതാണ് ഒരു വാദം. അതുപോലെ സ്വാഭാവിക രീതിയിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃശരീരത്തിൽ നിന്നും പകർന്നു കിട്ടാനിടയുള്ള വൈകാരിക ഗുണങ്ങൾ ഒന്നും തന്നെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാകാനിടയില്ല എന്ന വാദവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന കാര്യവും വ്യക്തമല്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ മോളിക്കുലാർ ബയോടെക്നോളജിസ്റ്റായ ഹാഷിം അൽ ഖാലി കൃത്രിമ ഗർഭാശയ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള തന്റെ ആശയം ഒരു വീഡിയോ രൂപത്തിൽ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ ലോകം മുഴുവനും വളരെ പ്രചാരം നേടുകയും ചെയ്തു. ഒരേ സമയം 30,000 കുഞ്ഞുങ്ങളെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കൃത്രിമ ഗർഭാശയ ലാബിന്റെ മാതൃകയായിരുന്നു ഖാലി തന്റെ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഗർഭാശയ സംവിധാനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ സാങ്കല്പിക ലാബിനെ എക്ടോ ലൈഫ് എന്നായിരുന്നു അദ്ദേഹം നാമകരണം ചെയ്തിരുന്നത്. നിരനിരയായി ക്രമീകരിച്ചിട്ടുള്ള ഗ്രോത്ത് പോഡുകളിൽ വളർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കൾ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഗുരുതരമായ ജനസംഖ്യാ പ്രതിസന്ധി നേരിടുന്ന ജപ്പാൻ, ബൾഗേറിയ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കപ്പെട്ടത്. 400 ഗ്രോത്ത് പോഡുകൾ വീതമുള്ള 75 ലാബുകളിലായി 30,000 ഭ്രൂണങ്ങൾ. ഓരോ പോഡും സ്ത്രീയുടെ ഗർഭപാത്രത്തിന് സമാനമായ രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവ അണുബാധയേൽക്കാത്ത വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. പോഡിനകത്തെ ഗർഭസ്ഥ ശിശുക്കളുടെ ശരീര ഊഷ്മാവ്, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ബ്രീത്തിംഗ് റേറ്റ്, ഓക്സിജന്റെ അളവ് തുടങ്ങിയവയെല്ലാം ഇതിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെ സഹായത്തിൽ നിരന്തരം നിരീക്ഷണത്തിന് വിധേയമായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുഞ്ഞിൻ്റെ വളർച്ച നിരന്തരം നിരീക്ഷിക്കുകയും വളർച്ചയിലെ ജനിതകമായ അസ്വാഭാവികതകൾ അതാതു സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓരോ പോഡിലും കുഞ്ഞിൻ്റെ വളർച്ചാ പുരോഗതി കാണിക്കുന്ന മോണിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിലുള്ള വിവരങ്ങൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് അപ്പോൾ നൽകിക്കൊണ്ടിരിക്കും. ഇതിലൂടെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചാ പുരോഗതിയും ചലനങ്ങളുമെല്ലാം നേരിട്ട് ദർശിക്കാം. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയുമാവാം. പോഡിനകത്ത് ഘടിപ്പിച്ചിട്ടുള്ള സ്പീക്കറുകൾ വഴി നിങ്ങൾക്ക് കുഞ്ഞിനോട് സംസാരിക്കുകയും പാട്ടുകൾ കേൾപ്പിക്കുകയും ചെയ്യാം. ഇതിലൂടെ നിങ്ങളുടെ ശബ്ദം കുഞ്ഞുങ്ങൾക്ക് സുപരിചിതമാക്കാൻ സാധിക്കും. പോഡുമായി ഘടിപ്പിച്ചിട്ടുള്ള ഈ 2 ബയോ റിയാക്ടേഴ്സ് വഴിയാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷകങ്ങളും ഓക്സിജനും നൽകുന്നതും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും. അതിനായി ഈ ബയോ റിയാക്ടേഴ്സിനെ പൊക്കിൾ കൊടിയുമായി ബന്ധിപ്പിച്ചിരിക്കും. ഈ രീതിയിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പുവരുത്തുന്നു. ജീൻ എഡിറ്റിങ്ങിലൂടെ കുഞ്ഞിൻ്റെ വൈകല്യങ്ങൾ പരിഹരിക്കാനും നമ്മുടെ ആവശ്യാനുസരണമുള്ള കൂട്ടിച്ചേർക്കലുകൾ വരുത്താനും സാധിക്കും. വളർച്ച പൂർത്തിയാവുന്നതോടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഏറ്റവും ലളിതമായ രീതിയിൽ കുഞ്ഞിനെ പുറത്തെടുക്കാം. ഒരു ആശങ്കയ്ക്കോ കോംപ്ലിക്കേഷൻസിനോ ഇടയില്ലാതെ കുഞ്ഞ് അതിൻ്റെ മാതാപിതാക്കളുടെ കരങ്ങളിൽ എത്തുകയും ചെയ്യും. ഇതുകൊണ്ടും തീരുന്നില്ല. ഭാവിയിൽ അവരവരുടെ കിടപ്പുമുറികളിൽ തന്നെ ഗ്രോത്ത് പോഡുകൾ സ്ഥാപിച്ച് അതിൽ സ്വന്തം കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന കാലവും അതിവിദൂരമല്ല. പക്ഷേ ഈ കണ്ടതെല്ലാം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇനിയും ചില വർഷങ്ങൾ കൂടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുള്ള ദമ്പതിമാർക്ക് ഗർഭധാരണം നടത്താനും അവരുടെ കുട്ടിയുടെ യഥാർത്ഥ ജീവശാസ്ത്രപരമായ മാതാപിതാക്കളാവാനും എക്ടോജെനിസിസ് കാരണമായേക്കും. ഒപ്പം ട്രാൻസ്ജെൻഡർ, സ്വവർഗ ദമ്പതികൾ, അവിവാഹിതരായ സ്ത്രീയോ പുരുഷനോ തുടങ്ങിയവർക്കൊക്കെ വാടക ഗർഭധാരണമോ ബീജദാതാവോ കൂടാതെ തങ്ങളുടെ യഥാർത്ഥ ജീവശാസ്ത്രപരമായ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കുന്നതിനുള്ള മികച്ച അവസരമായിരിക്കും ഈ സാങ്കേതിക വിദ്യയിലൂടെ ലഭിക്കുന്നത്. നിലവിൽ ഈ കൃത്രിമ ഗർഭാശയ സാങ്കേതികവിദ്യ നടപ്പിൽ വരുത്തുന്നതിന് സാങ്കേതികവും ധാർമ്മികവും സാമൂഹികവും നിയമപരവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്.
എന്തായാലും ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലുള്ള ഈ പുതിയ ആശയത്തെ എല്ലാ തരത്തിലുമുള്ള ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു വലിയ പരിഹാരമായാണ് ശാസ്ത്രലോകം കരുതപ്പെടുന്നത്.